നമസ്കാരം. ആപാലവൃദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കൾക്കും നമസ്കാരം. നമ്മൾ പ്രതിചരിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിദേവിയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു, അല്ലെങ്കിൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. അതിനെന്താ കാരണം? ഭൂമിദേവി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭക്ഷണ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഭൂമിദേവി ഈ ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതിരിക്കാൻ കാരണം എന്തായിരുന്നു? അതുകൂടെ അറിയണമല്ലോ. അതിൻ്റെ പ്രധാന കാരണം വേനൻ. ആരാണ്? പൃഥുവിൻ്റെ അച്ഛൻ വേനൻ. ഞാൻ പറഞ്ഞില്ലേ, മഹാദുഷ്ടനായിരുന്നു അദ്ദേഹം. ഇല്ലാത്ത ഇതെല്ലാം ചെയ്തിരുന്നു. ദേവിയെ ഉപദ്രവിച്ചു. ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളെയും സസ്യങ്ങളെയും എല്ലാത്തിനെയും ഉപദ്രവിച്ചു. അങ്ങനെ ഇയാളെ ഭയന്നുകൊണ്ടാണ് ഭൂമിദേവി ഭൂമിയിലുള്ള എല്ലാത്തിനെയും സ്വന്തം അകട്ടിലേക്ക് എടുത്തത്. ഇത് ഭൂമിദേവി അദ്ദേഹത്തോട് പൃഥ്വിയോട് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? പൃഥ്വിയുടെ കാല് പിടിച്ച സമയത്ത് പൃഥ്വി പറഞ്ഞു, ഹേ അംബികെ, നിങ്ങളോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. നിങ്ങൾ യുദ്ധം ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന എൻ്റെ സ്ഥലത്തെ, എൻ്റെ ഭൂമിയിൽ, എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാം കിട്ടിയിരിക്കണം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ സമയത്ത് ഭൂമിദേവി എന്താ അറിയോ പറയണത്? ഞാനത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ സ്ഥിതി കൂടി നിങ്ങൾ അറിയണം. താങ്കളുടെ അച്ഛനായ ദുഷ്ടനായ വേനനെ ഭയന്നുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞു. അത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകം പറയാൻ കാരണം. അതുപോലെ വേറെ ഒന്നുകൂടിയും പറയാൻ ഉണ്ടായിരുന്നു. ഈ വേനൻ്റെ തുട കടഞ്ഞപ്പോഴാണ് ഇവർ ജനിച്ചത് എന്ന് പറഞ്ഞു. ദുഷ്ടന്മാരായ അവർ ജനിച്ചത് എന്ന് പറഞ്ഞു. നിഷാദൻ എന്ന് പറഞ്ഞ കറുത്ത ഒരാൾ ജനിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈകൾ കടഞ്ഞപ്പോൾ പൃഥ്വിയും അർച്ചസ്രാജ്ഞിയും പറഞ്ഞു. കാരണം എന്താണ്? ആദ്യം പറഞ്ഞ അദ്ദേഹം ചെയ്ത പാപത്തിൻ്റെ ഫലങ്ങളും, രണ്ടാമത്തെ ചെയ്യുന്നത് ധ്രുവൻ്റെ പരമ്പരയും വത്സൻ വരയ്ക്കുമുള്ളവർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലവുമാണ് അർച്ചസ്രാജ്ഞിയും പൃഥ്വിരാജാവും ജനിച്ചത്. ഇത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ പാപത്തിൻ്റെ ഫലവും രണ്ടാമത്തെ പുണ്യത്തിൻ്റെ ഫലവും. ഇനി നമുക്ക് വീണ്ടും വരാം. ഈ ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ സമയത്ത്, ഭൂമിദേവിയിൽ എല്ലാം ആയ സമയത്ത് ഭൂമിയുടെ കിടപ്പ് ശരിയായിരുന്നില്ല. അവിടെ ഇവിടെ ചരിഞ്ഞും മരഞ്ഞും കുണ്ടും കുഴികളിലായിരുന്നു. പൃഥ്വി മഹാരാജാവ് ഇതിനെല്ലാം ശരിയാക്കി. മലകളെല്ലാം, വേണ്ട മലകളെ നിരത്തി, വേണ്ടാത്ത മലകളെ അവിടെ തന്നെ സ്ഥാപിച്ചു. മരങ്ങളെയെല്ലാം അവിടെയെല്ലാം നട്ട് ജലാശയത്തിനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടാക്കി. പാടങ്ങളുടെ രൂപത്തിൽ ഭൂമിയെ സമനിരപ്പാക്കി. കിണറുകളെല്ലാം വൃത്തിയാക്കി, കുളങ്ങളെല്ലാം വൃത്തിയാക്കി, പാടങ്ങൾക്ക് ജലം പോകുന്നതിനുള്ള വഴികൾ വൃത്തിയാക്കി സൂക്ഷിച്ചു. ഇങ്ങനെ ഭൂമിയെ എല്ലാം കൊണ്ടും എല്ലാം വിളയത്തക്ക കൃഷിക്കാർക്ക് എല്ലാം കൃഷിയും ചെയ്യത്തക്ക വിധത്തിൽ ഭൂമിയെ അദ്ദേഹം നിരപ്പാക്കി. അതുകൊണ്ട് ഭൂമിക്ക് പൃഥ്വി എന്നൊരു പേര് കൂടി സിദ്ധിച്ചു. ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇദ്ദേഹം 100 അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 100 അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശതമുഖൻ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 100ാമത്തെ അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് സാധാരണ സംഭവിക്കുന്ന പോലെയുള്ള ഒരു സംഭവം അവിടെ നടന്നു. ഇത് പല ഘട്ടങ്ങളിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്താണ്? മറ്റൊന്നുമല്ല, നമ്മുടെ ദേവേന്ദ്രൻ വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ പോലെ നല്ല മനുഷ്യനാണ്. ആരും നന്നാവുന്നത് കണ്ടുകൂടാ. ഒരാളും നന്നാവണം തന്നെ ഈ കാലത്ത് ജീവിക്കേണ്ട ആളാണ്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ ഇത് കണ്ടപ്പോൾ അസൂയ തോന്നി. ഈ യാഗം പൂർണ്ണമായി കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം പോവും എന്ന് വിചാരിച്ച അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ ഈ യാഗത്തിലെ ഉള്ള അശ്വത്തിനെ, കുതിരയെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ യാഗം നടക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുമല്ലോ കുതിരയെ കിട്ടുക. യാഗശാലയിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് അവിടെ അത്രി മഹർഷിയും ഉണ്ടായിരുന്നു. യാഗം ചെയ്യുന്നതിൽ അത്രി മഹർഷിയും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കണ്ടു. അദ്ദേഹം അത് കണ്ട സമയത്ത് ഉടനെ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, ഇതങ്ങനെ ദേവേന്ദ്രൻ വന്ന സാധനം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരുന്ന പുത്രൻ വിജിതാശ്വൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ പേര്. പൃഥ്വിൻ്റെ പുത്രൻ്റെ പേര് വിജിതാശ്വൻ. ഈ വിജിതാശ്വൻ ഉടനെ പട്ടാളക്കാരെയെല്ലാം കൊണ്ടുപോയി അവിടെ യുദ്ധം ചെയ്ത് ദേവേന്ദ്രനെ കീഴടക്കി. ആ ദേവേന്ദ്രൻ കീഴടക്കല്ല, ദേവേന്ദ്രന് അടിപറഞ്ഞു. അങ്ങനെ അശ്വത്തിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും യാഗം തുടങ്ങും.
എന്നാൽ ഈ മഹാൻ അവിടെ മിണ്ടാതിരുന്ന പോലെ ജന്മസിദ്ധി മാറില്ല എന്നൊരു ചൊല്ലുണ്ട്. മനുഷ്യന് ജനിക്കുമ്പോൾ ഒരു സിദ്ധി ഉണ്ടാവും അത്രേ, അത് മാറില്ല അത്ര, മരണം വരയ്ക്കും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായത് ദേവേന്ദ്രനെ വീണ്ടും തോന്നി ഇതിനെ അപഹരിക്കണമെന്ന്. ഈ സമയത്ത് അദ്ദേഹം ഒരു കുറിയ മനുഷ്യനെ പോലെ, ഒരു വിചിത്ര രൂപത്തിനെ പോലെ ഒന്ന് അവിടെ കടന്നുകൂടി 4 ഭാഗം നോക്കി, അശ്വത്തിനെ കണ്ടു, എഗേനതിനെ പോക്കി. അപ്പോഴും അത്രി മഹർഷി എന്നെ കണ്ടു. അയാളുടെ കഷ്ടകാലം നോക്കണം. അത്രി മഹർഷിയുടെ കണ്ണിൽ തന്നെ പെട്ടു. ഉടനെ അദ്ദേഹം അത്രി മഹർഷി പൃഥ്വിരാജാവിനെ പറഞ്ഞു, ഇതങ്ങനെ അശ്വം വരുന്നത്. ഈ പ്രാവശ്യം പൃഥ്വി സ്വയം യുദ്ധത്തിനിറങ്ങി. ഇനി ഇയാളെ വിട്ടാൽ പറ്റില്ല, ആരായാലും ശരി. അപ്പോൾ പൃഥ്വിന് അറിയില്ല കേട്ടോ ഇത് ദേവേന്ദ്രനാണെന്ന്. 2ാം പ്രാവശ്യം അത്രി കണ്ടപ്പോഴും അത്രി പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ ഇതങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഇയാളാണെന്നുള്ള അറിയില്ല. പോയി യുദ്ധം ചെയ്തു. അപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് നിരോധിനി എന്ന അസ്ത്രം ഉപയോഗിച്ച്, അതായത് ദേവേന്ദ്രൻ മഹാകാളനാണ്, അങ്ങനത്തെ ബുദ്ധിയുള്ള ആളാണ്, അയാൾ എല്ലാം പ്രയോഗിക്കും. അപ്പോൾ അയാൾ പ്രയോഗിക്കാൻ പാടില്ലാത്ത വിധത്തിൽ എല്ലാ ഭാഗവും അടയത്തക്ക വിധത്തിൽ, ഒരു ഭാഗത്തൊന്നും രക്ഷ കിട്ടാത്ത വിധത്തിലുള്ള നിരോധിക്കപ്പെട്ടിട്ടുള്ളത് നിരോധിനി എന്ന അസ്ത്രം ഉപയോഗിച്ച് എല്ലാ ഭാഗവും അടച്ചു. ഇന്ദ്രന് യാതൊരു രക്ഷയില്ലാതെ ഇനി ഇയാളെ കൊന്നിട്ടേ ഉള്ളൂ എന്നുള്ള തീരുമാനത്തോടുകൂടി അസ്ത്രമെടുത്ത സമയത്ത് മഹർഷിമാരെല്ലാവരും കൂടി അദ്ദേഹത്തിനെ വിലക്കി, പാടില്ല, അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ സാധാരണ ഇതല്ല ചെയ്യുന്നപ്പോൾ അശ്വമേധ യാഗമാണ് ചെയ്യുന്നത്. ഒരു യാഗത്തിൽ ഒരാളെ കൊല്ലുക പറഞ്ഞാൽ അതിലധികം വേറൊന്നുമില്ല, ബ്രഹ്മഹത്യക്ക് തുല്യമാണ്. മാത്രമല്ല അത് മഹാപാപമെന്ന് മാത്രമല്ല, നിങ്ങളുടെ യാഗം ചെയ്തതിൻ്റെ ഫലവും പോവും, പൂർവികന്മാരെ പോലും അത് ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് ചെയ്യരുത്, ഇത് ദേവേന്ദ്രനാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം എന്ന് ഋഷീശ്വരന്മാരെല്ലാവരും കൂടെ അഭ്യർത്ഥിച്ചതുകൊണ്ട് പൃഥ്വി മഹാരാജാവ് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. എന്നിട്ട് ജീവൻ കൊടുത്ത് പൂക്കോളാൻ പറഞ്ഞു. അങ്ങനെ പൃഥുവിൻ്റെ അവിടെ ഈ വിജിദാസന് ഇതിൻ്റെ ഫലമായി ദേവേന്ദ്രൻ തിരോധാന വിദ്യ പറഞ്ഞു കൊടുത്തു. തിരോധാന വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആർക്കും കാണാൻ കഴിയാത്ത ഒരു വിദ്യ. കാണാൻ കഴിയാത്ത പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഈ തിരോധാന വിദ്യ അറിയുന്നവർക്ക് മറ്റുള്ളവരെ കാണും, അവരെന്ത് ചെയ്യുന്നു എന്ന് കാണും, പക്ഷേ ഇവരെ ആർക്കും കാണാൻ കഴിയില്ല. ഈ പഠിച്ച ഈ മന്ത്രം മനസ്സിലാക്കിയവനെ മറ്റാർക്കും കാണാൻ കഴിയില്ല, പക്ഷെ മറ്റുള്ളവരെ ഇയാൾക്ക് കാണാൻ കഴിയും. അങ്ങനെ തിരോധാന വിദ്യ മന്ത്രം ദേവേന്ദ്രൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അവിടെ അങ്ങനെ അവസാനിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് ഉടനെ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, കേൾക്കുക, അനുഗ്രഹിക്കുക, ഷെയർ ചെയ്യുക. നമസ്കാരം.